പ്രിയമുള്ളവരെ, 18ാം ലോക്സഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. നമ്മളെപ്പോലുള്ള സാധാരണക്കാർ ഈ തിരഞ്ഞെടുപ്പിനെ സമീപിക്കുന്ന വേളയിൽ നമ്മൾ ഗൗരവമായി പരിശോധിക്കേണ്ട ഒന്നാണ് തിരഞ്ഞെടുപ്പ് പ്രകടന പത്രിക. ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഓരോ മുന്നണികളും തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന വേളയിൽ വോട്ടർമാരുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടി ഒരു തിരഞ്ഞെടുപ്പ് പ്രകടന പത്രിക, ഇലക്ഷൻ മാനിഫെസ്റ്റോ പ്രസിദ്ധീകരിക്കും. ആ മാനിഫെസ്റ്റോയിലൂടെയാണ് തങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടാൽ 5 വർഷക്കാലത്തേക്ക് എന്ത് ചെയ്യും, എന്ത് ചെയ്യില്ല എന്നത് സംബന്ധിച്ച് നമുക്കൊരു വാഗ്ദാനം തരികയാണ്. അപ്രകാരം ഓരോ പാർട്ടികളും മുന്നണികളും വാഗ്ദാനങ്ങൾ തരാറുണ്ട്. ഇപ്പോൾ ഞാനിത് സൂചിപ്പിക്കാൻ കാരണം, ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അതിൻ്റെ ഒരു ഇലക്ഷൻ പ്രകടന പത്രിക കാണുവാനിട വന്നു. ആ പ്രകടന പത്രികയിൽ ഞാൻ ആകർഷണനായി വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ കാരണം, എനിക്ക് വ്യക്തമായ പൊളിറ്റിക്സ് ഉണ്ട്, നിങ്ങളെപ്പോലെ തന്നെ. പക്ഷേ അതല്ല എൻ്റെ പ്രശ്നം. ഞാൻ രാഷ്ട്രമീമാംസയിൽ ബിരുദാനന്തര ബിരുദമുള്ള ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ ഞാൻ പലപ്പോഴും രാഷ്ട്രീയത്തെ നോക്കിക്കാണുന്ന, എല്ലാം തുല്യം എന്നുള്ള നിലയിൽ നോക്കിക്കാണുന്ന ഒരു മനസ്സുകൂടിയുള്ളയാളാണ്. അപ്രകാരം നോക്കിക്കാണുമ്പം കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രകടന പത്രിക പലപ്പോഴും അവർ ഭരണത്തിൽ വരുമ്പോൾ, അത് സംസ്ഥാനത്താണെങ്കിൽ പോലും അവരതിനോട് നീതി പുലർത്താറുണ്ട്. ഈ കഴിഞ്ഞ കേരളത്തിലെ പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 600 ഇനങ്ങൾ ഉൾപ്പെടുന്ന ഒരു പ്രകടന പത്രിക, തിരഞ്ഞെടുപ്പ് പ്രകടന പത്രിക ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചു. ആ ഭരണം കഴിഞ്ഞ് അടുത്ത തുടർഭരണം അവർക്ക് ലഭിക്കുമ്പോൾ അവിടെ വാഗ്ദാനം, വീണ്ടും ഇലക്ഷൻ മാനിഫെസ്റ്റോ അവതരിപ്പിക്കുന്ന സമയത്ത് അവർ പരസ്യമായി പ്രഖ്യാപിച്ചു, 600 ഇനങ്ങളുള്ള വാഗ്ദാനങ്ങൾ ഞങ്ങൾ നൽകിയെങ്കിൽ അതിൽ 580 ഐറ്റവും ഞങ്ങൾക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞു ഈ 5 വർഷക്കാലം കൊണ്ട്. കാര്യമല്ല, അതൊരു വലിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ജനങ്ങളുടെ വിശ്വാസ്യത നേടിയെടുത്ത് 900 ഇനങ്ങൾ ചേർന്ന ഒരു പ്രകടന പത്രിക സംസ്ഥാനത്തേക്ക് അവർ പ്രഖ്യാപിക്കുകയുണ്ടായി. ആ പ്രകടന പത്രിക അനുസരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് അവർ നടത്തിക്കൊണ്ടുപോകുന്നത്. അങ്ങനെ ഒരു വിശ്വാസ്യത തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയും ഭരണത്തിൽ കയറുമ്പോഴുള്ള ഭരണവും തമ്മിൽ ഒരു ബന്ധം പലപ്പോഴും ഉണ്ടാവാറില്ലെങ്കിലും അങ്ങനെ ഉണ്ടാകുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിലാണ് ആ പാർട്ടി ഈ 18ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വേണ്ടി ഒരു 44 പേജുകളുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പ്രഖ്യാപിച്ചപ്പോൾ അത് വായിക്കുവാനിട വന്നതിൽ ആദ്യത്തെ ചില ഐറ്റങ്ങൾ തന്നെ നോക്കിയപ്പം എനിക്കത് വളരെയധികം സ്വാധീനിക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. അതിൽ രണ്ടാമത്തെ ഇനം, പാർട്ട് ബിയിൽ അവർ അവതരിപ്പിച്ച രണ്ടാമത്തെ ഇനം എന്ന് പറയുന്നത് മതത്തെയും രാഷ്ട്രീയത്തെയും വേർതിരിക്കുമെന്ന് പറയുന്നത് എന്നെ ഹഠാത് ആകർഷിച്ചു. മതത്തെയും രാഷ്ട്രീയത്തെയും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കാൻ ശ്രമിക്കുന്നതാണ് സമകാലിക ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ അപജയവും ഏറ്റവും വലിയ വിപത്തും എന്ന യാഥാർത്ഥ്യം ഞാനും എന്നെ കേൾക്കുന്നവരും 100% ഉൾക്കൊള്ളും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമുക്കറിയാം, മതം എന്ന് പറയുന്നത് ഒരു വിശ്വാസധാരയാണ്. ആ വിശ്വാസം അവരവരുടെ വ്യക്തി സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടതാണ്. അത് ദൈവചിന്തയും ഒക്കെയായിട്ട് ബന്ധപ്പെട്ടതാണ്, ആത്മീയ ചിന്തയുമായി ബന്ധപ്പെട്ടതാണ്. ഏതാണ്ട് 460 കോടി വർഷങ്ങൾ ആയി ഈ ഭൂമി ഉണ്ടായിട്ട്, എന്നാൽ ഈ മതങ്ങൾ രൂപപ്പെട്ടിട്ട്, മുത്തച്ഛിമാർ രൂപപ്പെട്ടിട്ട് തന്നെ 5000 വർഷമായിട്ടുള്ളൂ. 5000 വർഷത്തിൽ താഴെയാണ് ഈ മതങ്ങൾ രൂപപ്പെട്ടത്. ആ മതങ്ങൾ ഏതാണ്ട് ഭൂമി ഉണ്ടാകുന്നതിനൊക്കെ മുമ്പ് തന്നെ ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ആ ദൈവത്തെയാണ് അവരവരുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ എന്ത് ചെയ്യുകയാണ്? ആ മതങ്ങൾക്ക് പലപ്പോഴും സതുദ്ദേശത്തോടു കൂടി ജനങ്ങളുടെ നന്മലാക്കാക്കി രൂപീകരിക്കപ്പെട്ടതാണ് എങ്കിൽ പോലും ആ മതങ്ങളെ അതുകൊണ്ട് തന്നെ പലപ്പോഴും ദുരുപയോഗം ചെയ്യുവാൻ രാഷ്ട്രീയ നേതൃത്വം തയ്യാറാവാറുണ്ട്. രാഷ്ട്രീയ നേതൃത്വം അത് തയ്യാറാവുമ്പോൾ അവർക്ക് വേറെ ഹിഡൻ അജണ്ടയുണ്ട്. ഒരു ഉദാഹരണം ഞാൻ സൂചിപ്പിക്കുന്നു. നല്ല ഒന്നാന്തരം ഒരു മാങ്ങ നമ്മുടെ കയ്യിൽ കിട്ടുകയാണ്. ആ മാങ്ങ കിട്ടുമ്പോൾ അതിൻ്റെ മാംസളമായ ഭാഗം നമുക്ക് നിറം കൊണ്ടും രുചി കൊണ്ടും ഒക്കെ തന്നെ നമ്മളെ ആകർഷിക്കുമ്പോൾ നമ്മളത് ഭക്ഷിക്കുന്നു. അത് ഭക്ഷിച്ചേച്ച് മാങ്ങാണ്ടി വലിച്ചെറിയുന്നു. അത് നടന്ന് ജീവിക്കുന്ന ജീവികളാണ്. അത് തിന്നിട്ട് പലപ്പോഴും പക്ഷികളായാലും മൃഗങ്ങളായാലും അതുപോലെ തന്നെ മനുഷ്യരായാലും മറ്റു പല സ്ഥലങ്ങളിലേക്ക് ഇടുന്നു. അതുവഴി ആ മാവെന്ന് പറയുന്ന മരത്തിൻ്റെ ഒരു സങ്കല്പമുണ്ട്. തൻ്റെ കുഞ്ഞുങ്ങളെ, തൻ്റെ സന്തതികളെ വ്യാപിപ്പിക്കുക, ഈ ഭൂമിയിലാകെ വ്യാപിപ്പിക്കുക എന്ന അവരുടേതായ ഹിഡൻ അജണ്ടയ്ക്കാണ് അവർ വളരെ മാംസളമായ ഭാഗം കാണിച്ച് ആ നിറവും രുചിയും മണവും ഒക്കെ കാണിച്ച് നമ്മെ ആകർഷിച്ച് നമ്മെ കൊണ്ട് പണി ചെയ്യിപ്പിക്കുന്നത്.
പറങ്കിമാവും ഇതുപോലെ എല്ലാ ജീവജാലങ്ങളെ നോക്കിയാലും അവരൊക്കെ തന്നെ സഞ്ചരിക്കാൻ വയ്യാത്ത എല്ലാ ജീവി വിഭാഗങ്ങളും, അതായത് സസ്യങ്ങൾ, മരങ്ങൾ ഒക്കെ തന്നെ ചെയ്യുന്ന ഒരു വലിയ തന്ത്രമാണ് ഇവിടെ ആവിഷ്കരിച്ച് വെച്ചിരിക്കുന്നത്. ഇതേപോലെയാണ് യഥാർത്ഥത്തിൽ ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ. തങ്ങളുടെ ഒരു വിശ്വാസ്യത ജനങ്ങൾക്ക് പോരാ, ജനങ്ങളുടെ വളരാൻ കഴിയുന്നില്ല, അവരുടെ വിശ്വാസം ആർജിക്കാൻ കഴിഞ്ഞില്ല, പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. അത്തരം ഘട്ടങ്ങളിലാണ് അവരൊക്കെ മതങ്ങളെ ഉപയോഗിക്കുന്നത്. മതത്തെ ഉപയോഗിക്കുക അത് ധാരാളം നമുക്ക് പ്രത്യേകിച്ച് ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു വിപത്തായി തന്നെ അത് മാറിയിട്ടുണ്ട്. ആ മതത്തെ സംരക്ഷിക്കാനല്ല അവരുടെ ഉദ്ദേശം. അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് തങ്ങൾക്ക് രാഷ്ട്രീയ സ്വാധീനവും ഭരണവും നിലനിർത്താൻ വേണ്ടി അവർ തിരഞ്ഞെടുക്കുന്നത് ആ മതത്തിലുള്ള ജനങ്ങളുടെ വിശ്വാസത്തെയാണ് അവരുടെ ഹിഡൻ അജണ്ട എന്നുള്ളതിൽ അത് ചൂഷണം ചെയ്യുന്നു. അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം നമ്മൾ സൂചിപ്പിച്ചാൽ നമ്മുടെ പാർലമെൻ്ററി ജനാധിപത്യം, രാഷ്ട്രീയം രാജാക്കന്മാരിൽ നിന്നോ ആ ഗോത്രത്തിൽ നിന്ന് വന്ന് രാജാക്കന്മാരിലൂടെ കടന്നു വന്ന് വിവിധങ്ങളായ വ്യവസ്ഥകളിലൂടെ അത് കടന്നു വന്ന് ഇപ്പോൾ ജനാധിപത്യ വ്യവസ്ഥയിലാണ്. ജനാധിപത്യ വ്യവസ്ഥ എന്ന് പറയുമ്പോൾ ഒരു രാജാവിൽ ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിച്ചിരുന്ന അധികാരം ആ രാജ്യത്തെ ജനങ്ങളിലായി വികേന്ദ്രീകരിക്കപ്പെട്ടു, ഓരോ ജനത്തിനുമായി വികേന്ദ്രീകരിക്കപ്പെട്ടു. അപ്പോൾ ഓരോ ജനത്തിനുമുള്ള ആ അധികാരം എല്ലാവരും കൂടുമ്പോഴേ രാജാവായി മാറത്തുള്ളൂ, ഒരു വ്യക്തിയല്ല രാജാവ്. അതിനൊത്തിരി അപജയങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ആ ജനാധിപത്യത്തെ വികേന്ദ്രീകരിക്കപ്പെട്ട് ഇന്ത്യ മഹാരാജ്യത്താണെങ്കിൽ 140 കോടി ജനങ്ങളിലായി ഈ ഒരു രാജാവ് ഇന്ത്യക്കുണ്ടായിരുന്നെങ്കിൽ ആ രാജാവിൻ്റെ അധികാരം മുഴുവൻ വികേന്ദ്രീകരിക്കപ്പെട്ടു. ആ വികേന്ദ്രീകരിക്കപ്പെട്ട അധികാരമാണ് നമ്മൾ യഥാർത്ഥത്തിൽ സമ്മതിദാനാവകാശം എന്നുള്ള നിലയിൽ വോട്ടായി നമ്മൾ രേഖപ്പെടുത്തുന്നത്. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ പ്രതിനിധികളായി ഇവരൊക്കെ ഭരണത്തിൽ വരുമ്പോൾ ശ്രദ്ധിച്ചു നോക്കിക്കേ. രാഷ്ട്രീയം കൈകാര്യം ചെയ്യേണ്ട നമ്മുടെ ഇന്ത്യൻ പാർലമെൻറ്റ് ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിൽ, ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന് ഒരു കാലത്ത് പുകഴ്പെട്ടിരുന്ന ഭാരതം ഇന്നതല്ല, ഇന്ന് മതാധിപത്യമാണ്, മറ്റേ വർഗീയ കക്ഷികളുടെ കയ്യിലാണത്. അങ്ങനെ വരുന്ന ആ ശ്രീകോവിൽ, ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലിൽ ആരാണ് ആത്മീയത കൈകാര്യം ചെയ്യേണ്ട? മതപുരോഹിതന്മാരാണ് ഈ പാർലമെൻറ്റിൽ കയറി അവരുടെ പൂജാതി കർമ്മങ്ങൾ നിർവഹിക്കുകയാണ്. പൂജാതി കർമ്മങ്ങൾ നിർവഹിക്കേണ്ട വേദി അല്ല അവിടെ. അതേപോലെ തന്നെ എന്നാൽ അതേ സമയത്ത് ശ്രീരാമചന്ദ്രൻ്റെ ഒരു ക്ഷേത്രം സ്ഥാപിക്കുന്നു. ആ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നടത്തണം. ആ പ്രതിഷ്ഠ നടത്തേണ്ടവർ പൂജാരിമാരുടെ ജോലിയാണ്, തന്ത്രിമാരുടെ ജോലിയാണ്, താന്ത്രിക വിദ്യ പഠിച്ചവരുടെ ജോലിയാണ്. ആ ജോലിയാണ് ഇന്ത്യയുടെ ഒരു ഭരണാധികാരി, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഏറ്റെടുക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രി ചെയ്യേണ്ട പാർലമെൻറ്റിലെ ജോലി പൂജാരിമാരെ ഏൽപ്പിക്കുകയും പൂജാരിമാർ ചെയ്യേണ്ട ജോലി യഥാർത്ഥത്തിൽ തിരിച്ചും ഏൽപ്പിക്കുന്ന തരത്തിലേക്കാണ് നമ്മുടെ ജനാധിപത്യം. ഇന്നത്തെ ഈ ജനാധിപത്യം ഒന്ന് പേരിട്ടുകൊണ്ട് മതവും രാഷ്ട്രീയവും കൂട്ടിക്കലർന്ന് പരസ്പരം ഇതിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് അത് പ്രയോജനപ്പെടുത്താൻ വേണ്ടി തൽപര രാഷ്ട്രീയ കക്ഷികൾ അതിനെ ഉപയോഗിക്കുന്നതെന്ന് കാണുമ്പോൾ നമ്മൾ ഒന്ന് തിരിച്ചറിയണം. ഇന്ത്യയുടെ ഒരു മുൻ പ്രധാനമന്ത്രി, ആ മുൻ പ്രധാനമന്ത്രിക്ക് 2 ആൺമക്കൾ. ആ 2 ആൺമക്കളിൽ ഒരാൾ വൈമാനികനായിട്ട് പോയി, മറ്റേയാൾ രാഷ്ട്രീയക്കാരനായിട്ട് മാറി. അവർ രണ്ടുപേരും തങ്ങളുടേതായ പ്രൊഫഷൻ തിരഞ്ഞെടുത്ത് അങ്ങനെ തിരിഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ ആ രാഷ്ട്രീയക്കാരൻ വിമാനം പറപ്പിക്കാൻ പോയപ്പോഴും വിമാനം പറപ്പിക്കുന്ന ആൾ രാഷ്ട്രീയത്തിലേക്ക് വന്നതും മഹാദുരന്തമായിട്ട് മാറി. ആ ദുരന്തം പോലെ തന്നെയാണ് രാഷ്ട്രീയത്തിൽ മതം കലർത്താനും മതത്തിൽ രാഷ്ട്രീയം കലർത്താനും ശ്രമിച്ചാൽ അതൊരു മഹാവിപത്തായി ദുരന്തമായി തീരുന്ന ചരിത്രമാണ് ലോക ചരിത്രം ഇന്നോളം ഉണ്ടായിട്ടുള്ളത്. മതത്തിൽ രാഷ്ട്രീയത്തെ കൂട്ടിക്കലർത്തരുത്, രാഷ്ട്രീയത്തിൽ മതത്തെയും കൂട്ടിക്കലർത്തരുത്. ആ രൂപത്തിൽ വരുന്നതിൻ്റെ വിപത്തെന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ ഈ കാലഘട്ടത്തിൽ സമകാലീന രാഷ്ട്രീയത്തിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ബ്രിട്ടനെ പോലെയുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മെ അടയ്ക്കുവാണ് ഒരു കോളനിയായി ധാരാളം രാജ്യങ്ങളെ നമ്മളെപ്പോലെ രാജ്യങ്ങളെ കീഴ്പ്പെടുത്തി കോളനികളായി ഭരിച്ചുകൊണ്ടിരുന്ന ബ്രിട്ടൻ, ആ ബ്രിട്ടനിൽ നിയമം മൂലം തന്നെ ഭരണഘടന അവർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ഒരു വാഗ്ദാനമാണ്, അവകാശമാണ്, അധികാരമാണ് രാഷ്ട്രീയവും മതവും സെപ്പറേറ്റ് ചെയ്ത് നിർത്തുക. രണ്ടും തമ്മിൽ ഒരിക്കലും കൂട്ടിക്കുഴയ്ക്കാൻ കഴിയാത്ത അവസ്ഥ ഭരണഘടന ബ്രിട്ടനിൽ അവർക്ക് നൽകുന്ന ഏറ്റവും വലിയ അധികാരമാണ്, ഏറ്റവും വലിയ അവകാശമാണ് എന്ന് നാം തിരിച്ചറിയണം. അതേപോലെ തന്നെയാണ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ ഈ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച, അതിൻ്റെ പോളിറ്റ് ബ്യൂറോ പ്രഖ്യാപിച്ച ആ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പ്രധാനപ്പെട്ട 2ാമത്തെ ഐറ്റമായി ചേർത്തിരിക്കുന്നത് മതത്തെയും രാഷ്ട്രീയത്തെയും വേർതിരിക്കും. മതത്തെയും രാഷ്ട്രീയത്തെയും വേർതിരിക്കാൻ തങ്ങൾക്ക് സ്വാധീനം എപ്രകാരം ഇന്ത്യൻ
ജനാധിപത്യത്തിൽ ലഭിക്കുന്നു, ഇന്ത്യൻ പാർലമെൻറ്റിൽ എത്ര അംഗീകാരം ലഭിക്കുന്നു, ആ അംഗീകാരം ഉപയോഗിച്ചുകൊണ്ടുള്ള എല്ലാ ശേഷികളും എല്ലാ പ്രവർത്തനങ്ങളും തീർച്ചയായും ഉപയോഗിക്കുന്നത് ഈ സെപ്പറേഷന് വേണ്ടി ഉപയോഗിക്കും എന്ന് പറയുന്നതിന് എന്നെപ്പോലെയുള്ള നിങ്ങളെപ്പോലെയുള്ള സാധാരണക്കാരായ രാജ്യത്തിൻ്റെ നിലനിൽപ്പ് ആഗ്രഹിക്കുന്ന ഏതു മതത്തിൽ വിശ്വസിക്കുവാനും ഒരു മതത്തിലും വിശ്വസിക്കാതിരിക്കുവാനും ഒരാളുടെ മതത്തിൽ മറ്റൊരു മതം ഇടപെടാതിരിക്കാനും കഴിയുന്ന തരത്തിലുള്ള സ്വാതന്ത്ര്യം ലഭിക്കുന്ന ഒരു രാജ്യമായി നമ്മുടെ രാജ്യം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ജനാധിപത്യവാദികളും ആധുനിക പൗരന്മാരും തീർച്ചയായും ഇതിനെ സ്വാഗതം ചെയ്യും എന്നതിനൊരു സംശയവും വേണ്ട. ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ മനസ്സിലാവണം, ഇന്ത്യൻ പാർലമെൻറ്റിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് എന്ത് സ്വാധീനം എന്ന് നമ്മൾ ചിന്തിക്കാം. ഒരുപക്ഷെ നമുക്കറിയാൻ പറ്റും, ഭരണത്തിൽ കയറാൻ കഴിയില്ല, ഭരണത്തിൽ കയറാൻ അവസരങ്ങൾ കിട്ടിയിരുന്നു, 2 അവസരം കിട്ടിയിരുന്നു. ജ്യോതിബാസുവിൻ്റെ കാലത്ത് ജ്യോതിബാസുവിനെ പ്രധാനമന്ത്രിയാക്കാൻ അവസരം ലഭിച്ചിരുന്നു. ആ അവസരം ആ പാർട്ടി സ്വീകരിച്ചില്ല. അതിനുശേഷം കോൺഗ്രസിനോടൊപ്പം നിന്ന് ഭരിക്കുവാൻ ഭരണത്തിൽ പങ്കാളിലാകാൻ അവസരം കിട്ടി. അപ്പോഴും ഭരണത്തിൽ ആ പാർട്ടി അധികാരത്തിൽ വന്നില്ല. പക്ഷേ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഗതി നിർണ്ണയിക്കുന്നതിൽ ആ പാർട്ടിയുടെ നിലപാടുകൾ, ആ പാർട്ടിയുടെ തീർച്ചയായും ആശയങ്ങൾ പലപ്പോഴും ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഗതി നിർണ്ണയിക്കുന്നതാണ് എന്ന കാര്യത്തിൽ നമുക്ക് സംശയം വേണ്ട. സമീപകാലത്ത് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പ്രക്ഷോഭം കർഷക പ്രക്ഷോഭം, വീർപ്പ് മുട്ടിക്കഴിഞ്ഞിരുന്ന ഇന്ത്യയിലെ ജനകോടികൾ, ആ കർഷകർ ഇന്ത്യയുടെ ഭരണസിരാകേന്ദ്രത്തിൽ ഡൽഹിയിൽ നടത്തിയ 333 ദിവസം നടത്തിയ ഐതിഹാസികമായ സമരം, ആ സമരത്തിൽ തീർച്ചയായും ആ സമരത്തിന് ആശയം കൊണ്ട് അതിനെ സമ്പുഷ്ടമാക്കി മാറ്റിയത്, ഫലപ്രദമായ നേതൃത്വം കൊടുക്കുന്ന കാര്യത്തിൽ അത്തരത്തിൽ ഈ പ്രസ്ഥാനത്തിന് കഴിഞ്ഞു എന്നത് നിസ്സാരമല്ല. ഇന്ത്യൻ പാർലമെൻറ്റിൽ വരുന്ന ഇന്ത്യൻ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് അപകടത്തിൽ വരുന്ന ഏത് പ്രധാനപ്പെട്ട വിഷയങ്ങളിലും ആ പ്രസ്ഥാനത്തിൻ്റെ നിലപാട് നിസ്സാരമല്ല. എന്നു മാത്രമല്ല, ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് നമുക്ക് ലഭിക്കുന്ന വിവരാവകാശ നിയമം, അതുപോലെ തന്നെ സാധാരണക്കാർക്ക് 100 തൊഴിൽ ദിനങ്ങൾ ഉറപ്പുവരുത്തുന്നത് അടക്കമുള്ള നിയമങ്ങൾ കൊണ്ടുവരുന്നതിൽ ഈ പ്രസ്ഥാനത്തിന് കഴിഞ്ഞ പങ്ക് ചെറുതല്ല. അതുകൊണ്ട് തന്നെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഈ രാജ്യം ഭരിക്കാൻ പോകുന്ന പാർട്ടിയല്ലെങ്കിലും രാജ്യം ഭരിക്കാൻ പോകുന്നതും പ്രതിപക്ഷത്തിരിക്കുന്നതുമായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ ആശയം കൊണ്ട് നേരിടാൻ, ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഗതി നിശ്ചയിക്കാൻ ഇച്ഛാശക്തിയോടുകൂടി പ്രവർത്തിക്കുന്ന നേതൃത്വവും അതിന് തക്ക ആശയവുമുള്ള ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഈ പ്രകടനപത്രികയെ ആ നിലയിൽ ഞാൻ നോക്കിക്കാണുന്നു. ഇത് പറയുമ്പോൾ ഞാൻ ഒന്നുകൂടി പറയുന്നു, ഞാൻ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ആധികാരികമായ വ്യക്തിത്വമല്ല, ഞാൻ അതിൻ്റെ വക്താവല്ല, ഞാൻ അതിനെക്കുറിച്ച് ആധികാരമേ പറയാൻ അവകാശപ്പെട്ടയാളല്ല. ഞാനൊരു ഇന്ത്യൻ പൗരൻ. അതിനോടൊപ്പം തന്നെ എനിക്കുള്ള അവകാശം എന്ന് പറയുന്നത്, ഞാൻ രാഷ്ട്രമീമാംസയിൽ ബിരുദാനന്തര ബിരുദമെടുത്ത് ഈ രാഷ്ട്രീയത്തെ നോക്കിക്കാണുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരു വിദ്യാർത്ഥി എന്നുള്ളതിൽ കൂടിയാണ് ഞാൻ ഈ പ്രകടനപത്രിക വിലയിരുത്തുന്നത്. ഞാൻ ഈ പ്രകടനപത്രിക സംബന്ധിച്ചുള്ള 1ാമത്തെ ഒരു വീഡിയോ ആണിത്. തീർച്ചയായും ഇത് തുടർന്ന് ഓരോ ഐറ്റങ്ങൾ തിരഞ്ഞെടുത്ത് തീർച്ചയായും എൻ്റെ തുടർ വീഡിയോകളുണ്ടാവും. ഞാൻ തൽക്കാലം ഇത് അവസാനിപ്പിക്കുന്നു. ഞാൻ അഡ്വക്കേറ്റ് കെ.എൻ. മോഹൻദാസ്.